ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളിൽ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഹോസ്പിറ്റൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ്. ഹോസ്പിറ്റൽ അക്കൗണ്ടിങ് എങ്ങനെയാണ് ടാലി പ്രൈമിൽ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ നമ്മുടെ മാനുവലിയാണ് നമ്മൾ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അതായത് അതൊരു സർവീസ് മോട്ടീവാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ റെസിപ്റ്റ്സ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ടോട്ടൽ പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഇത് നോക്കിയിട്ടാണ് അവരുടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ മലയാളത്തിൽ ഈ ഹോസ്പിറ്റൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ട് വേറെ ആരും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമളനാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഹോസ്പിറ്റൽ അക്കൗണ്ടിങ് എങ്ങനെയാണ് ടാലി പ്രൈമിൽ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഹോസ്പിറ്റലാകുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് പറഞ്ഞിട്ട് പോകാം. അപ്പോൾ ഒരു ഹോസ്പിറ്റലാകുമ്പോൾ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് തരത്തിലുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും. ഒന്ന് ഇൻ പേഷ്യൻസും ഉണ്ടായിരിക്കും, ഒന്ന് ഔട്ട് പേഷ്യൻസും ഉണ്ടായിരിക്കും. ഇൻ പേഷ്യൻസ് പറഞ്ഞാൽ നമ്മളവിടെ കിടക്കുന്ന രോഗികൾ, ഔട്ട് പേഷ്യൻസ് പറഞ്ഞെങ്കിൽ OP, നമ്മുടെ ഡോക്ടറെ കാണാൻ വേണ്ടി വരുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഡോക്ടേഴ്സും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ 3 ഗ്രൂപ്പുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇൻ പേഷ്യൻസും അതേപോലെ തന്നെ ഔട്ട് പേഷ്യൻസും അതേപോലെ തന്നെ ഡോക്ടേഴ്സും. കാരണം ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ. പിന്നെ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലെ ഇൻകം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻ പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ റൂമിൻ്റെ റെൻ്റ് ഉണ്ടായിരിക്കും, അത് അവരുടെ ഇൻകമാണ്. അതേപോലെ തന്നെ മെഡിസിൻസ് ഉണ്ടായിരിക്കും. പിന്നെ ആണെന്നുവെച്ചെങ്കിൽ എക്സ്റേ ചാർജ്, എക്സ്റേ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഇൻകം കിട്ടുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ ലാബ് ചാർജസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇൻകമാണ്. ഇനി എക്സ്പെൻസ് എന്തൊക്കെയാണ് വരിക? ഇപ്പോൾ ഈ എക്സ്റേ ഒക്കെ എക്യുപ്മെൻ്റ് ഒക്കെ വാങ്ങിക്കാനുള്ള ചിലവുണ്ടായിരിക്കും. അതൊക്കെ എന്താണ്, എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ AC വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും, അതേപോലെ തന്നെ ഫർണിച്ചറുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വേണ്ടുന്ന ടൂൾസുകൾ, എക്യുപ്മെൻറ്റ്സുകൾ ഇതൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ഇതൊക്കെ എന്താണ്, എക്സ്പെൻസ് ആണ്. മെയിനായിട്ടൊരു എക്സ്പെൻസ് പറയുന്നതാണ് സാലറിയാണ്. ഡോക്ടേഴ്സിൻ്റെ സാലറിയാണ് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു എക്സ്പെൻസ് എന്നുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ടാലിയിൽ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ആദ്യം 3 ഗ്രൂപ്പുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ അക്കൗണ്ട്സ്, ഇവിടെ ഗ്രൂപ്പ് എന്നുള്ളത് എടുത്തു. അപ്പോൾ ഇവിടെ ആണെന്നുവെച്ചെങ്കിൽ നമുക്ക് ഇൻപേഷ്യൻസ് പറഞ്ഞൊരു ഗ്രൂപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അണ്ടർ പ്രൈമറിയിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ഇൻകത്തിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു, എൻ്റർ അടിച്ചു. അതേപോലെ തന്നെ നമുക്ക് ഔട്ട് പേഷ്യൻസ് കൊടുക്കാം. ഔട്ട് പേഷ്യൻസ് ഉള്ള ഗ്രൂപ്പ് കൊടുത്തു. അതും ഇവിടെ അണ്ടർ പ്രൈമറിയിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ഇൻകം കൊടുത്തു കഴിഞ്ഞിട്ട് സേവ് ചെയ്യും. അടുത്തത് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാം. ഡോക്ടേഴ്സ് അണ്ടർ പ്രൈമറിയിലേക്ക് കൊടുത്തു. ഇത് എക്സ്പെൻസിലേക്ക് കൊടുക്കാം. എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇപ്പം നമ്മുടെ 3 ഗ്രൂപ്പുകളാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് വൗച്ചർ എൻട്രി ചെയ്യാം. അപ്പോൾ ഒരു ഹോസ്പിറ്റലാകുമ്പോൾ അവിടെ ഇനീഷ്യലായിട്ട് ഹോസ്പിറ്റൽ തുടങ്ങാൻ വേണ്ടിയിട്ട് അവർ ബിൽഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബിൽഡിങ് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൈസ ഇറക്കിയിട്ടുണ്ടായിരിക്കും, മൂലധനം ഇറക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ എൻട്രി ആദ്യം ചെയ്യാം. അപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ റെസിപ്റ്റ് വൗച്ചറാണ് സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് റെസിപ്റ്റ് വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ടു എന്നുള്ളടത്ത് നമുക്ക് ക്യാപിറ്റലാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ Alt+C പ്രസ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് Alt+C പ്രസ് ചെയ്യാം. ഇവിടെ വെച്ചിട്ട് ക്യാപിറ്റൽ എന്നുള്ള ലെഡ്ജർ കൊടുക്കാം. ക്യാപിറ്റൽ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഏത് ലെഡ്ജർ ആണെങ്കിലും അതിൻ്റെ കറസ്പോണ്ടിങ് ഗ്രൂപ്പിലേക്കാണ് കൊടുക്കേണ്ടത്. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. ഇവിടെ നമുക്ക് എമൗണ്ട് കൊടുക്കാം. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു 20 lakh കൊടുത്തു. ബൈ എന്നുള്ളടത്ത് ക്യാഷ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇതിപ്പോൾ ബിസിനസ് തുടങ്ങുന്ന ഒരു സ്റ്റാർട്ടിങ് എൻട്രിയാണ്. ഇവിടെ എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് നരേഷനൊക്കെ കൊടുക്കാം. ഏത് എൻട്രി ചെയ്യണമെങ്കിലും അതിന് കൃത്യമായിട്ട് നമ്മൾ നരേഷൻ കൊടുത്തിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് പുതുതായി വരുന്ന ഒരാൾക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ എൻട്രി നമ്മൾ അതേപോലെ തന്നെ ഏത് ഡേറ്റിലാണെന്നുണ്ടെങ്കിൽ ഡേറ്റും സെലക്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇവിടെ F2 ആണ് ഡേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ. നമുക്ക് ഓരോ ഡേറ്റിലായിരിക്കും നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. ഇത് എൻ്റർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് നമ്മുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കോൺട്ര സെലക്ട് ചെയ്തിട്ടെടുത്തു.
കൊണ്ടെടുത്തു. ഇവിടെ ടു ക്യാഷ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ ഈ 20 ലക്ഷത്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 18 ലക്ഷം രൂപ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ 18 ലക്ഷം രൂപ അടിച്ചു. ബൈ എന്നുള്ളടത്ത് ഇവിടെ വെച്ചിട്ട് ഒരു ബാങ്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഓൾട്ട് സി അടിച്ചിട്ട് സെലക്ട് ചെയ്യാം. ഇവിടെ SIB ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അണ്ടർ ബാങ്ക് അക്കൗണ്ട്സിലേക്ക് കൊടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. അപ്പോൾ നമുക്ക് ഇവിടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണിക്കും. നമുക്ക് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിനോമിനേഷൻ എത്രയാണ്, 2000-ൻ്റെ ആണോ 1000-ൻ്റെ ആണോ 500-ൻ്റെ ആണോ എല്ലാം നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ബാങ്ക് നെയിം, ബ്രാഞ്ച് എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് നരേഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള എൻട്രീസ് ഒന്ന് കാണണമെങ്കിൽ ജസ്റ്റ് ഗോ ടൂലേക്ക് പോയി അതിൽ നമുക്ക് ഡേ ബുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഡേ ബുക്ക് പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ എൻട്രീസും കാണാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഡേ ബുക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. നമ്മളിവിടെ 2 എൻട്രിയാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസിന് എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു. 2 എൻട്രിയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിപ്പോൾ അടുത്ത എൻട്രി എന്ന് പറയുന്നതാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ നമുക്ക് ഇൻകം കിട്ടുന്നു. അതായത് ഇപ്പോൾ ഇൻപേഷ്യൻസിൻ്റെ അടുത്തുനിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻകം കിട്ടുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ഇൻപേഷ്യൻ്റ് ഇപ്പോൾ പോവുകയാണ്, ഡിസ്ചാർജ് ചെയ്തിട്ട് പോവുകയാണ്. അപ്പോൾ എന്താ വെച്ചെങ്കിൽ എന്താണ് ആ രോഗിയുടെ അടുത്ത് നിന്ന് ഹോസ്പിറ്റലിന് എന്താണ് പൈസ കിട്ടും അല്ലേ. അപ്പോൾ അത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്താണ് റെസിപ്റ്റാണ്. അപ്പോൾ അത് എന്തൊക്കെയായിരിക്കും ഉണ്ടായിരിക്കുക, ഇപ്പോൾ ഒരു ബില്ലടിക്കുന്ന സമയത്ത് എന്തൊക്കെയായിരിക്കും ഉണ്ടായിരിക്കുക, റൂം റെൻ്റ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ മെഡിസിൻ ഉണ്ടായിരിക്കും, വാട്ടർ ചാർജസ് ഉണ്ടായിരിക്കും, പിന്നെ ലാബിൽ വല്ല ടെസ്റ്റുകൾ നടത്തി കഴിഞ്ഞാൽ ലാബ് ടെസ്റ്റ് ചാർജ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് റെസിപ്റ്റ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ വെച്ചിട്ട് ഓരോന്നും ഓൾട്ട് സി അടിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഫസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം റൂം റെൻറ്റ്. അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകത്തിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്കപ്പോൾ റൂം റെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ചില്ലെങ്കിൽ ഒരു 8000 എടുത്തു. വീണ്ടും നമുക്കിവിടെ 2 എന്നുള്ളത് കൊടുത്തു. നമുക്ക് ഓൾട്ട് സി അടിച്ചു കഴിഞ്ഞിട്ട് നമുക്കിവിടെ കൊടുക്കാം എക്സ്റേ ചാർജസ് റിസീവ്ഡ്. ഇതും എന്താണ് ഇൻഡയറക്റ്റ് ഇൻകത്തിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. എക്സ്റേ ചാർജസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 1500. അപ്പോൾ നമുക്കിതെല്ലാം ഒരേ ഇതിലും ചെയ്യാം. സെപ്പറേറ്റ് ചെയ്യാം. നമുക്ക് ഒരേ ഇതിലും നമുക്ക് 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ വീണ്ടും നമ്മളിവിടെ 2 എന്നുള്ളത് അടിച്ചു. നമുക്ക് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ലാബ് ചാർജസ് അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകത്തിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പോൾ ലാബ് ചാർജസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 2500 കൊടുത്തു. എൻ്റർ അടിച്ചു. വീണ്ടും 2 എന്നുള്ളത് അടിച്ചു. വാട്ടർ ചാർജസ് അപ്പോൾ ഓൾട്ട് സി അടിച്ചു കഴിഞ്ഞിട്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു വാട്ടർ ചാർജസ് അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകത്തിലേക്ക്. കാരണം ഇതെല്ലാം ഇൻകമാണ്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചത് എന്താണ് ഇതെല്ലാം കിട്ടുകയാണ് ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് ഇൻകത്തിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ വാട്ടർ ചാർജസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 1000 റുപ്പീസ് അടിച്ചു. അപ്പോൾ എന്തൊക്കെ ചാർജസുകളുണ്ടോ അതെല്ലാം നമുക്ക് ഇവിടെ തന്നെ നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇനിയിപ്പോൾ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചാർജസ് ഇതും എന്താണ് ഇൻഡയറക്റ്റ് ഇൻകമാണ്. ഇൻഡയറക്റ്റ് ഇൻകത്തിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പോൾ ഓപ്പറേഷൻ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 13000 അടിച്ചു. എൻ്റർ അടിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് അല്ലെങ്കിൽ നമുക്ക് ചെക്ക് എങ്ങനെയാണ് പാർട്ടി തരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു എൻട്രി ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചത് എന്താണ് ഇതൊക്കെ എന്താണ് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. നരേഷൻ കൊടുത്തതിന് ശേഷം ഈ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്യാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് നോക്കാം. നമ്മൾ ഗോ ടൂലേക്ക് പോയി ഗോ ടൂവിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഡീറ്റെയിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എല്ലാം ഇൻഡയറക്റ്റ് ഇൻകത്തിനും ഇവിടെ കാണിക്കും. എക്സ്റേ ചാർജസ് ഉണ്ട്, ലാബ് ചാർജസ് ഉണ്ട്, ഓപ്പറേഷൻ ചാർജസ് ഉണ്ട്, റൂം റെൻ്റ് ഉണ്ട്, വാട്ടർ ചാർജസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇൻകം മാത്രമാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഇൻകത്തിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ കാണിക്കും. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ഇൻഡയറക്റ്റ് ഇൻകം ഇവിടെ വന്ന് കിടക്കും. ഇനിയിപ്പോൾ നമ്മൾക്ക് എക്സ്പെൻസുകൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വേണ്ടുന്ന കുറച്ച് ഫർണിച്ചറുകളൊക്കെ വാങ്ങിച്ചു. നമുക്ക് ഓൾട്ട് സി അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഓപ്പറേഷൻ ടേബിൾ
ഓപ്പറേഷൻ ടേബിൾ ഇത് അണ്ടർ ഫിക്സഡ് അസറ്റിലേക്കാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ അണ്ടർ ഫിക്സഡ് അസറ്റ് കാണിച്ചു, ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പോൾ ഓപ്പറേഷൻ ടേബിൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 35,000 അടിച്ചു. ഇത് നമ്മുടെ ചെക്കായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ചെക്ക് കാണിക്കാം. ടു SIB ബാങ്ക് എന്നുള്ളതിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. നമുക്ക് ചെക്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ എൻട്രി അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സേവ് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ അടുത്തത് വാങ്ങിക്കുന്നത് നമ്മളൊരു എക്സ്റേ മെഷീൻ വാങ്ങിക്കുന്നു. അപ്പോൾ ഇവിടെ എക്സ്റേ മെഷീൻ എന്നുള്ളത് അടിക്കാം. എക്സ്റേ മെഷീൻ അണ്ടർ ഫിക്സഡ് അസറ്റിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അണ്ടർ ഫിക്സഡ് അസറ്റിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പോൾ നമുക്ക് എക്സ്റേ മെഷീൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 14,000 ആണ്. അപ്പോൾ 14,000 കാണിച്ചു. 2 എന്നുള്ളടത്ത് നമുക്ക് ചെക്ക് കൊടുത്തു. SIB ബാങ്ക് എന്നുള്ളതിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. ഇനി നമുക്ക് എക്സ്പെൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് Alt C അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ എക്സ്പെൻസുകളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഓഫീസ് എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഓഫീസ് എക്സ്പെൻസ് പറഞ്ഞിട്ട് കാണിക്കാം. അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ ഓഫീസ് എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 4,500 കാണിച്ചു. ഇനി നമുക്ക് ഇതേപോലെ തന്നെ എക്സ്പെൻസുകളെ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ ഒറ്റ സ്ക്രീനിൽ തന്നെ നമുക്ക് ഇവിടെ കാണിക്കാം. ഇനി നമുക്ക് വീണ്ടും ഇവിടെ അടുത്ത എക്സ്പെൻസ് നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ അടുത്ത എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വെച്ചിട്ട് Alt C അടിച്ചിട്ട് ക്ലീനിങ് എക്സ്പെൻസ് അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ക്ലീനിങ് എക്സ്പെൻസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3,500 കൊടുത്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്തെല്ലാം എക്സ്പെൻസുകളുണ്ടോ അതെല്ലാം നമുക്ക് ഈ ഒരേ ഇതിൽ തന്നെ നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ ബൈ എന്നുള്ളത് അടിച്ചു. നമുക്കിവിടെ അടുത്ത എക്സ്പെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാം. നമുക്ക് അടുത്തൊരു എക്സ്പെൻസ് ഇവിടെ കൊടുക്കാം. മിസലേനിയസ് എക്സ്പെൻസ്, പല ചിലവുകൾ. മിസലേനിയസ് എക്സ്പെൻസ് അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ മിസലേനിയസ് എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 2,500 കൊടുത്തു. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്തെല്ലാം എക്സ്പെൻസുകളുണ്ടോ അതെല്ലാം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ 2 എന്നുള്ളടത്ത് ക്യാഷ് സെലക്ട് ചെയ്തിട്ടെടുത്തു. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇനി നമുക്ക് ഏറ്റവും വലിയൊരു എക്സ്പെൻസ് പറയുന്നത് ഡോക്ടേഴ്സിൻ്റെ സാലറിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് സാലറി എന്നുള്ളൊരു ഹെഡ് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. സാലറി. ഇപ്പോൾ നമുക്കിവിടെ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സാലറി നമുക്ക് കോസ്റ്റ് സെൻറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാതെ നമ്മൾ എക്സ്പെൻസോ ഇൻകോ അലോക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് കോസ്റ്റ് സെൻറ്റർ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മുഴുവനായിട്ട് അങ്ങോട്ട് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ടാലിയുടെ ഓൺലൈൻ ക്ലാസ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഓൺലൈൻ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസിക് കാര്യങ്ങൾ മുതൽക്ക് പഠിക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അങ്ങോട്ട് മനസ്സിലാവില്ല. അപ്പോൾ ഒരു ക്ലാസ്സും കൂടി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇമെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാതും കിട്ടും. 2 മാസമാണ് കോഴ്സിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് പഠിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സാലറി നമുക്ക് ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ആൾക്കാരുടെ പേരിലൊന്നും നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയും. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പോയിട്ട് കോസ്റ്റ് സെൻറ്ററിൻ്റെ ഓപ്ഷൻ S കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ മുകളിൽ കമ്പനി എന്നുള്ളൊരു ഫീച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ F11 ഫീച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും എനേബിൾ കോസ്റ്റ് സെൻറ്റേഴ്സ് പറഞ്ഞിട്ട് ഈ ഓപ്ഷൻ S കൊടുക്കാം. ഇത് S കൊടുത്തതിന് ശേഷം നമുക്ക് കൺട്രോൾ അടിച്ച് കഴിഞ്ഞിട്ട് ക്വിക്കായിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഇനി നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് കോസ്റ്റ് സെൻറ്ററാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ക്രിയേറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ കോസ്റ്റ് സെൻറ്റർ. അപ്പോൾ നമുക്ക് ഓരോ ഡോക്ടേഴ്സിൻ്റെയും പേരുകൾ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇപ്പോഴാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പോൾ ഡോക്ടർ രമ അണ്ടർ പ്രൈമറിക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ അടുത്തൊരു ഡോക്ടറുടെ പേര് കൊടുത്തു ഡോക്ടർ രാജീവ് അണ്ടർ പ്രൈമറിക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇനി വീണ്ടും ഒരു ഡോക്ടറുടെ പേര് കൊടുത്തു ഡോക്ടർ സൗമ്യ അണ്ടർ പ്രൈമറിക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ 3 ഡോക്ടറുടെ പേരുകൾ നമ്മൾ കോസ്റ്റ് സെൻറ്ററായിട്ടാണ് ക്രിയേറ്റ് ചെയ്തത്. ഇനി നമുക്ക് ഇവർക്ക് എങ്ങനെയാണ് സാലറി കൊടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. പേയ്മെൻറ്റ് എടുത്തു. നമുക്ക് ഇവിടെ വെച്ചിട്ട് സാലറി നമ്മൾ സാലറി എന്നുള്ള ലെഡ്ജർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സാലറി എന്നുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വെച്ചിട്ട് ഇതിനെ ഒന്ന് ഓൾട്ടർ ചെയ്യാം. കൺട്രോൾ എൻ്റർ അടിക്കാം. ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കണം
കോസ്റ്റ് സെൻറ്റേഴ്സ് ആർ അപ്ലിക്കബിൾ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ എസ് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ എസ് കൊടുത്തു. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ഡോക്ടേഴ്സിൻ്റെ സാലറി മൊത്തമായിട്ട് കൊടുക്കാം. ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ സാലറി മൊത്തമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 2 ലക്ഷം രൂപയാണെന്ന് വയ്ക്കാം. 2 ലക്ഷം രൂപ കൊടുത്തു എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ചോദിക്കും ആരൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഓരോ ഡോക്ടറുടെ പേരുകളും ഇവിടെ കൊടുക്കാം. അപ്പോൾ ഡോക്ടർ രാജീവ്. അപ്പോൾ ഡോക്ടർ രാജീവനാണെന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന സാലറി പറയുന്നതാണെങ്കിൽ ഇപ്പോൾ ഒരു 50,000 കൊടുത്തു. 50,000 എൻ്റർ അടിച്ചു. ഇനി അടുത്ത ആളുടെ കൊടുക്കാം. ഡോക്ടർ രമ. ഇപ്പോൾ ഡോക്ടർ രമയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ഒരു 75,000 എൻ്റർ അടിച്ചു. അടുത്ത ആളുടെ പേര് കൊടുക്കാം. ഡോക്ടർ സൗമ്യ. ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നു. എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ടു ചെക്കായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരുടെ സാലറി ഇങ്ങനെ കൊടുക്കണമെങ്കിൽ ഈ ആൾക്കാരുടെ പേരിലൊന്നും നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കോസ്റ്റ് സെൻറ്റർ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ കോസ്റ്റ് അലോക്കേഷൻ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇത് നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് നരേഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ എൻട്രി സേവ് ചെയ്യാം. ഇനി ജസ്റ്റ് ഒന്ന് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് നോക്കാം. മുകളിൽ ഗോ ടൂലേക്ക് പോയി അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് എടുത്തു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് ഡീറ്റെയിൽഡ് എടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസിന് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ക്ലീനിങ് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മിസലേനിയസ് എക്സ്പെൻസ്, അതേപോലെ തന്നെ ഓഫീസ് എക്സ്പെൻസ് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സാലറി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മൊത്തം സാലറി എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ സാലറി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 lakh എന്നുള്ളത് സാലറി ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിലാണെങ്കിൽ നമുക്ക് ഇൻകം ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഇൻഡയറക്റ്റ് ഇൻകം വന്ന് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ എക്സ്റേ ചാർജസ്, ഇൻഡയറക്റ്റ് ഇൻകത്തിലെ എക്സ്റേ ചാർജസ്, ലാബ് ചാർജസ്, ഓപ്പറേഷൻ ചാർജസ്, ഇങ്ങനെയുള്ള ഇൻകംസും വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പെൻസ് ആണെങ്കിലും ഇൻകം ആണെങ്കിലും നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് ഇതിലാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓരോന്നിനും അതാത് ഹെഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ജസ്റ്റ് ഒന്ന് നമുക്ക് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. നമ്മളിവിടെ മുകളിൽ ഗോ ടു സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ നമുക്ക് ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽ ആയിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ വന്ന് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫിക്സഡ് അസറ്റ് ആണെങ്കിൽ ഇവിടെ എക്സ്റേ മെഷീനും ഓപ്പറേഷൻ ടേബിളും വന്ന് കിടക്കുന്നുണ്ട്. ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ലോസ് ആയതുകൊണ്ട് ഈ അസറ്റ് സൈഡിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് ലയബിലിറ്റി. കാരണം വെച്ചാൽ പ്രോഫിറ്റ് ആകുമ്പോൾ ബിസിനസ് കൊടുക്കണമല്ലോ. ഇതിപ്പോൾ നഷ്ടമായതുകൊണ്ട് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്. അതുകൊണ്ട് ഈ സൈഡിൽ വന്ന് അസറ്റ് സൈഡിൽ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക, എക്സ്പെൻസും ഇൻകം. അപ്പോൾ ഞാനിപ്പോൾ വളരെ ഒരു ചെറിയൊരു ഇതിൽ മാത്രമാണ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ഹോസ്പിറ്റലിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ മാത്രം എടുത്ത് കാണിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതായത് അതിൻ്റെ ഒരു മോഡൽ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു മോഡൽ മാത്രമാണുള്ളത്. അപ്പോൾ ഓരോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഇതിനും എക്സ്പെൻസ് എല്ലാം ഇത് ഹ്യൂജ് ലെവലിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.